പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ദാ ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ചേർത്തിരുത്തിയിരിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി ജനിച്ചു എന്നുള്ള ആ വലിയ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് 2026 പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഈ അനുഗ്രഹീത നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരു പുതിയ അഭിഷേകം നൽകി ബലപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചത്, സ്വയം ശൂന്യനായത് എന്തിനു വേണ്ടിയാ? നമ്മളെ ബലപ്പെടുത്താൻ. ഈ ഭൂമിയിൽ പാപ ജീവിത അനുഭവത്തെ ഇതാ പുതിയ വിടുതലിലേക്ക് നയിക്കുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അഭിഷേകത്താൽ നമ്മളെ നിറയ്ക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് കണ്ണടച്ച് ഈ ശുശ്രൂഷ അവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കേണ്ട നിയോഗം അതെന്താണോ അത് മനസ്സിൽ ഓർക്കുക. ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ചില ഭാരങ്ങളുണ്ടാവും, ചില സങ്കടങ്ങളും ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാവും. കർത്താവെ, ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഇടപെടണം. ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആ നിയോഗം ഒരു പ്രാർത്ഥനയാക്കി മാറ്റട്ടെ, ആരാധനയാക്കി മാറ്റട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമായിട്ട് മാറട്ടെ. തടസ്സങ്ങൾ മാറ്റുന്ന ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ കാറ്റടിക്കുന്നത് ഈ ശുശ്രൂഷ അവസരത്തിലാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചോ നാവ് തുറന്ന്, ഓ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വീശണമേ എന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. സന്തോഷത്തോടെ കൈയടിച്ച് പാടിയാലോ? ചേർന്നു കൈകൾ അടിച്ച്. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, ആമേൻ. അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടിക്കേ. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. അഗ്നി നദിയായി ഒഴുകണേ, ഈ ശുശ്രൂഷ ശക്തിയായി കവിയണേ, ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. നദിയായി ഒഴുകണേ, ഓരോ വ്യക്തിയും ആയിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ, ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൽ തീയാണേ. പഠിക്കേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൽ തീയാണേ. ആമേൻ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ. പഠിക്കേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. ഓ കർത്താവിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. തീ കത്തുന്ന അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും കടന്നു വരട്ടെ. പുതിയ ശക്തി വെളിപ്പെടട്ടെ. ആ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, ആത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അഭിഷേകത്തിന്റെ ജ്വാല വീശണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ഈ വലിയ ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കരങ്ങൾ കൂപ്പി സന്തോഷത്തോടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് സ്തുതി കൊടുത്ത് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ബൈബിളൊക്കെ എടുക്കണം, ചില വചനങ്ങളൊക്കെ പഠിച്ച്
ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കേണ്ട വലിയൊരു കൃപ നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്താ? നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു, വലിയ അഭിഷേകം, സന്തോഷം, അല്ലേ? എന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. ആ സന്തോഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് വചനത്തെ പഠിപ്പിക്കാൻ പോവാ. 2026 ദേ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൻ്റെ ദിനങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ജെറമിയയുടെ പുസ്തകമാണ്. ബുക്ക് ഓഫ് ജെറമിയ തുറന്നേ വായിക്കാം. ജെറമിയയുടെ പുസ്തകം 1-ാം അധ്യായം 11-12 തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 വേഴ്സ് 11 and 12. കുഞ്ഞു വചനമാണ്, പക്ഷേ ശ്രദ്ധ ആവശ്യമുള്ള വചനമാണ്. വചനം വായിക്കാം. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്തു കാണുന്നു? ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ കണ്ടത് ശരി. എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വചനം നിവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ വചനം ഈ ഭൂമിയിൽ ഇതാ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ വിത്ത് പോലെ പൊട്ടി വളരാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ഈ വചനം ഈ നാളുകളിൽ അഭിഷേകത്തിൻ്റെ വചനമായി ഹൃദയത്തിൽ സ്വീകരിക്കണം. കാരണം എന്തെന്നറിയോ? യേശു ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മുടെ ഉള്ളിൽ ഇതാ ഒരു വിത്ത് പോലെ പൊട്ടി വിടരുന്ന അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വചനത്തിൻ്റെ അഭിഷേകം നൽകി അതിശക്തമായി നമ്മളെ വളർത്തുമ്പോൾ വചനത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നീ കണ്ടത് ശരി, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട വലിയൊരു കൃപയാണ് ജാഗ്രത. എന്താണ് വേണ്ടത്? ജാഗ്രത. പറഞ്ഞേ, ജാഗ്രത. ശ്രദ്ധ വേണമെന്ന്. ശ്രദ്ധ വേണം. 2025 നമ്മുടെ ജീവിതത്തിൽ നിന്ന് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോവല്ലേ. ഈ 2025 ആരംഭിച്ചപ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്തെല്ലാം കാര്യങ്ങളായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ശ്രദ്ധക്കുറവ്, നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് എന്തെല്ലാം അബദ്ധങ്ങളും പരാജയങ്ങളും തെറ്റായ തീരുമാനങ്ങളും ഉണ്ടായി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയാ, അച്ഛാ പറ്റിപ്പോയി, തെറ്റായ തീരുമാനം, എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ എടുത്ത ശ്രദ്ധയില്ലാത്ത തീരുമാനം, ഞാൻ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ പെൺകുട്ടിയുടെ ഒരു തെറ്റായ ജീവിതത്തിൻ്റെ സങ്കടം മുഴുവൻ പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പറയുക, അച്ഛാ എനിക്ക് പറ്റിപ്പോയി, എൻ്റെ ശ്രദ്ധക്കുറവാണ് അച്ഛാ, എൻ്റെ കുറവ്, എൻ്റെ ശ്രദ്ധക്കുറവ്. 2025 അങ്ങോട്ട് മാറി 2026 നീ എത്തി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നിനക്കല്പം ശ്രദ്ധ ആവശ്യമില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം, അതായത് യേശുവിൻ്റെ വചനം ഈ ഭൂമിയിൽ നിവൃത്തിയാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് വിത്തായി പൊട്ടി മുളച്ചു വളരണം. ഈ ക്രിസ്മസ് നിന്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ സംഭവിക്കപ്പെടേണ്ട കാര്യം ഈ ശ്രദ്ധയാണ്. കാരണം ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മൾ വായിച്ച ഒട്ടുമുക്കാലും വചനഭാഗങ്ങളിൽ ഈ വചനമുണ്ടെന്ന്. ഏത്? ശ്രദ്ധയോടെ ജാഗ്രതയോടെ കാത്തിരുന്ന ചിലരെക്കുറിച്ചുണ്ട്. 1-2 വചനഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അതായത് ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 8-ാം തിരുവചനം, കണ്ണടയ്ക്കാതെ കാത്തിരുന്ന ഇടയന്മാർ. കണ്ണടയ്ക്കാതെ കാത്തിരുന്നു, ജാഗ്രതയോടെ കാത്തിരുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം തിരുവചനം, നക്ഷത്രത്തെ നോക്കി നടന്ന ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ നക്ഷത്രത്തെ അവരിങ്ങനെ പിഞ്ചെന്നു, ശ്രദ്ധയോടെ ജാഗ്രതയോടെ. വീണ്ടും ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 25-ാം തിരുവചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ശിമയോൻ, ഹന്ന ജാഗ്രതയോടെ കാത്തിരുന്നു, ജാഗ്രതയോടെ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നത് ആ വ്യക്തി എത്രത്തോളം ജാഗ്രതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ദൈവകാര്യങ്ങളിൽ വ്യാപരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആഘോഷിച്ച ഈ ക്രിസ്മസ് ഒക്കെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടില്ലേ?
ജീവിത അനുഭവങ്ങളിൽ ക്രിസ്മസ് എന്നും അനുഭവമാകണമെങ്കിൽ നീ ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശ്രദ്ധ വേണം, ജാഗ്രത വേണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ 2025 നമ്മളെടുത്ത പല തീരുമാനങ്ങളും തെറ്റിപ്പോയത്, പലതിനെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടത് എന്താണ് കാര്യം? നമുക്ക് ശ്രദ്ധ കുറഞ്ഞു പോയി. നമ്മുടെയൊക്കെ ശ്രദ്ധ വേറെ പല കാര്യങ്ങളിലുമായി, അല്ലേ? പറയുന്ന ഞാനും കേൾക്കുന്ന നീയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വാക്കുകളും ചിന്തകളും ആലോചനകളും നോട്ടങ്ങളും സംസാരവുമെല്ലാം ശ്രദ്ധ അത്രമേൽ വേണ്ട കാലഘട്ടമാണ് ദേ ഈ കാലഘട്ടം. ഈ 2026 ദിനങ്ങളിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ സംസാരം, എൻ്റെ നോട്ടം, അല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ ഇടപെടലുകളിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ്. നമ്മളിത് പഠിപ്പിക്കുന്നത് നമ്മുടെ ഔസേപ്പിതാവാണ്. ഇന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്, നല്ല ഒന്നാന്തരം വചനം, വായിച്ചേ. അത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 14, 14-ാം തിരുവചനത്തിൽ ഇതാ ഔസേപ്പിതാവിനെ കുറിച്ചൊരു കുഞ്ഞു വചനം. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഔസേപ്പിതാവിനെ കുറിച്ച് പറയുക, അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസ് ഇതാ ജനിച്ച കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ ഉത്തരവിട്ട രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഔസേപ്പിതാവിനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എടാ പുറപ്പെട്ടോ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? നല്ല നല്ല ഉറക്കമല്ലേ, നല്ല ഉറക്കം. ആ ഉറക്കത്തിലാണ് ദൂതൻ വന്ന് തട്ടി വിളിക്കുന്നത്. ഒന്നാമത് നമ്മളെ ഉറക്കത്തിൽ ആരും വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഇനി വിളിച്ചാൽ തന്നെ ശല്യപ്പെടുത്താതെ പൊക്കോണം, കാര്യം പറഞ്ഞിട്ട് പൊക്കോണം, അല്ലേ? ദൂതൻ വന്ന് തട്ടി വിളിച്ചു ഔസേപ്പിതാവിനെ, എന്നിട്ട് പറഞ്ഞു, ദേ പുറപ്പെട്ടോളാൻ പറഞ്ഞു. ഔസേപ്പിതാവ് എന്നാ ചിന്തിക്കണ്ടേ? നേരം വെളുത്തിട്ട്, ഏതായാലും ഈ രാത്രി ഇപ്പം എന്നാ സംഭവിക്കാനാ? ഈ രാത്രിയിൽ ഇപ്പം എന്നാ സംഭവിക്കാനാ? നേരം വെളുത്തിട്ട് യാത്ര പുറപ്പെടാം. അങ്ങനെ ഔസേപ്പിതാവ് ചിന്തിച്ചോ? നേരം പുലരുന്നത് വരെ ഔസേപ്പിതാവ് കാത്തു നിന്നില്ല. ആ രാത്രി തന്നെ, അങ്ങനെയാണ് കൃത്യമായിട്ട് ദാ മത്തായി സുവിശേഷകൻ പറയുന്നത്, ആ രാത്രി തന്നെ എന്ന് പറഞ്ഞാൽ ജാഗ്രത. നേരം പുലരുന്നവരെ കാത്തിരുന്നെങ്കിൽ ചരിത്രം മാറിപ്പോയേനെ. പ്രിയപ്പെട്ടവരെ, ജാഗ്രതയോടെ ജീവിച്ച ഔസേപ്പിതാവ്, ജാഗ്രത. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്പം കൂടെ ഉറങ്ങാം, അല്പം കൂടെ മയങ്ങാം, അലസത ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ജീവിതം മൊത്തത്തിൽ ഗതി മാറിപ്പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നാ സംഭവിച്ചത്? ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളൊന്ന് ധ്യാനിക്കൂ. നല്ല സമയമല്ലേ? 2025 അവസാന നാളുകളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, എനിക്ക് എന്താ പറ്റിയേ? എവിടെയാണ് എനിക്ക് പാളിപ്പോയത്? ചില അലസതകൾ, ചില ശ്രദ്ധക്കുറവ്, എന്തെല്ലാം ദാരിദ്ര്യം വരുത്തി വെച്ചു, അല്ലേ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ അതിസുന്ദരമായൊരു വചനം നമ്മളെ പഠിപ്പിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. അലസമായ കരം ദാരിദ്ര്യമാണെന്ന്, എന്ന് സങ്കടമായിരിക്കും, ദുഃഖമായിരിക്കും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 4-ാം തിരുവചനം, ചാപ്റ്റർ 13 വേഴ്സ് 4 വചനം പറയാണ്: എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല. ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്നും കിട്ടിയല്ല. നമ്മുടെ കാര്യം അങ്ങനെയൊക്കെ ഇരിക്കും, അല്ലേ? ആഗ്രഹമുണ്ട്. 2025 പ്രവേശിച്ചപ്പോൾ എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു, അല്ലേ? ഡയറി എടുക്കുന്നു, തീരുമാനങ്ങൾ എഴുതുന്നു, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുന്നു. എത്ര ദിവസം ചെയ്തു, അല്ലേ? രാവിലെ എഴുന്നേറ്റ് ഞാൻ നടക്കും, എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. എന്നിട്ട് എന്നാ പറ്റി? ഒരു ദിവസം 2 ദിവസം അല്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ ഓരോ ദിനങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്ത്? എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. സ്ഥിരോത്സാഹം 2026 ദിനങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി എങ്ങനെ പെരുമാറിയെന്നല്ല. ജനുവരി അവസാനിക്കുമ്പോഴും ഫെബ്രുവരിയിലും മാർച്ചിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ നമുക്ക് വേണ്ടതെന്താ? ഈ ശ്രദ്ധ,
ജാഗ്രത വേണം. ജാഗ്രത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ അത്രമേലൊരു ശ്രദ്ധ വേണം. ആത്മീയ കാര്യങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, കുമ്പസാരിക്കുന്നത്, കുടുംബ പ്രാർത്ഥന, അങ്ങനെ തുടങ്ങി നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നല്ല ശ്രദ്ധ വേണം. ജപമാല ചൊല്ലുന്നത് മുടക്കം വരുത്തരുത്. സ്ഥിരത വേണം. സ്ഥിരത. വചന വായന സ്ഥിരത വേണം. വളരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. അത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്. ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും, എന്തെല്ലാം സോഷ്യൽ മീഡിയ. നല്ലത് തന്നെ, പക്ഷേ ശ്രദ്ധ വേണം, ജാഗ്രത വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ചിലരെ കണ്ടിട്ടില്ലേ, ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് ഇച്ചിരി കമൻറ്റ് എഴുതിയില്ലെങ്കിൽ ചിലർക്ക് അസ്വസ്ഥതയാണ്. ആ വാർത്ത കണ്ടു കഴിയുമ്പോൾ, അത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരങ്ങൾക്കനുസരിച്ച് ചാടി എഴുതരുത്. ഒരു വാർത്ത ശരിയോ തെറ്റോ എന്ന് നീ അറിഞ്ഞിരിക്കണം. ഒരു സംഭവത്തെക്കുറിച്ച് ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞിരിക്കണം. വെറുതെ അവിടെ ഇവിടെയും പോയി കമൻറ്റ് ഇടരുത്. വായിൽ നിന്ന് വീണ വാക്കും അല്ലേ, എറിഞ്ഞ ആയുധവും തിരിച്ചെടുക്കാനാവില്ല. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മളിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാതെ എന്തെല്ലാം അബദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രദ്ധ വേണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, കുടുംബ കൂട്ടായ്മയിലൊക്കെ ഒരു കമൻ്റ് ഇടുമ്പോൾ, ഇടവകയുടെ കാര്യത്തിൽ ഒരു കമൻ്റ് ഇടുമ്പോൾ, അല്ലേ, ആരെങ്കിലും കുറിച്ചൊരു കാര്യം പറയുമ്പോൾ ശ്രദ്ധ വേണം. പ്രാക്ടിക്കലായി, പ്രായോഗികമായി നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്കൊരു ശ്രദ്ധ വേണമെന്ന്. ഇതാ ഈ ദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഔസേപ്പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധ വേണം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ജെറമിയായുടെ പ്രവചനം 1-ാം അധ്യായം, ഇതാ 11-ാം തിരുവചനം പഠിപ്പിക്കുന്ന ഈ വലിയ അഭിഷേകം, അതായത് ദൈവമേ, നിന്റെ വചനം നിവർത്തിക്കുവാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ജാഗ്രത. എൻ്റെ സംസാരത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ പ്രവർത്തികളിലും ജാഗ്രത. കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ ജാഗ്രത. കൂട്ടായ്മയിൽ ജാഗ്രത. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ജാഗ്രത. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് തുടർന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിൻ്റെ ആത്മാവെ, അത്ഭുതകരമായി ഈ ആരാധന ശുശ്രൂഷയിൽ ഇടപെടണമേ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച്, സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ജീവിക്കേണ്ട നാളുകൾ. ഈ പരിശുദ്ധാരാധന എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ ചുവടുവയ്പ്പിലും നമുക്ക് ശ്രദ്ധ വേണം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ 2025 നമുക്ക് സംഭവിച്ച അനേക പരാജയങ്ങൾ, അനേക തെറ്റായ തീരുമാനങ്ങൾ, ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായ അനേക മുറിവുകൾ നമ്മളെ ഇന്ന് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടല്ലോ. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. അലസതയ്ക്കടിമപ്പെടരുത്, മടിക്കടിമപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആത്മീയ മേഖലയിൽ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. മുന്നോട്ടുള്ള നാളുകളിൽ നമുക്ക് വേണ്ടത് ഈ ശ്രദ്ധയാണ്. ഈ ശ്രദ്ധ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സമ്മാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധ, നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധ, നമ്മുടെ നിലപാടുകളിൽ ശ്രദ്ധ, നമ്മളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന
പല മേഖലകളുണ്ട്. ആ മേഖലകളിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടാവണം. സാധിക്കുന്ന എല്ലാവരും 2 കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചേ, കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിച്ചേ. ഈശോയെ, കുരിശോട് ചേർത്ത് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, എൻ്റെ ജീവിതാനുഭവങ്ങളിൽ കർത്താവെ എനിക്ക് ശ്രദ്ധ വേണം, ജാഗ്രതയോടെ ജീവിക്കാനുള്ള ബലം വേണം. പരിശുദ്ധാത്മാവെ, എനിക്കത് വേണം. ആ ശരീരത്തെ സമർപ്പിക്കുക. ശരീരം പല കാര്യങ്ങളും ആഗ്രഹിക്കും. ജഡികമായ പല അഭിലാഷങ്ങളും വരും. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ നമ്മൾ തേടിപ്പോയാൽ നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു പോകും. ഓ കർത്താവെ, ഈ ശരീരത്തെ കുരിശോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഈ ശരീരത്തിലെ എല്ലാവിധ അഭിലാഷങ്ങളെയും കുരിശോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു. ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ അതിജീവിച്ച് ആത്മീയമായി ജീവിക്കാൻ കർത്താവ് എനിക്കൊരു ബലം വേണം. 2 കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് ശരീരത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങളെ സമർപ്പിച്ച്, പരിശുദ്ധാത്മാവേ, ഈ ശരീരത്തിനൊരു ബലം വേണം, ശക്തി വേണം. ചേർന്ന് പരിശുദ്ധാത്മാവിനോടൊന്ന് പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ആമേൻ. ശക്തിയാൽ നിറയ്ക്കണമേ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവേ, എന്റെ മേൽ നിറയട്ടെ. ശക്തിയാൽ നിറയ്ക്കണമേ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി ശക്തിയാൽ നിറയ്ക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, എന്റെ മേൽ ശക്തി വേണം. ശക്തിയാൽ നിറയ്ക്കണമേ. ആ കരങ്ങൾ അങ്ങനെ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിന്റെ ബന്ധങ്ങളിൽ ഒരു വിശുദ്ധീകരണം വേണം. ഓരോ ബന്ധങ്ങളെ സമർപ്പിക്കുക. ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ വരും. തോന്നലുകൾക്കനുസരിച്ച് ഒരു തീരുമാനവും എടുക്കരുത്. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ അതിശക്തമായ ദൈവിക ഇടപെടൽ സംഭവിക്കണം. ഓരോ തീരുമാനമെടുക്കാൻ, ഓരോ ബന്ധങ്ങളിലും പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് ശക്തി വേണം. കരങ്ങൾ അങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ശക്തിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കണമേ. ശക്തിയാൽ നിറയ്ക്കണമേ. ചേർന്ന് പാടിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. ശക്തിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കണമേ. ശക്തിയാൽ നിറയ്ക്കണമേ. ആ കരങ്ങൾ അങ്ങനെ നിവർത്തി പിടിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ശരീരത്തിലെ, എന്റെ ചിന്തകളിലെ, വികാര വിചാരങ്ങളില്, എന്റെ മനസ്സിന്റെ എല്ലാ വൈകാരിക മേഖലകളിലും പരിശുദ്ധാത്മാവേ ഒരു നിയന്ത്രണം വേണം, ഒരു നിയന്ത്രണം വേണം. ശ്രദ്ധയോടെ ജീവിക്കാൻ കൃപ വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ കരങ്ങൾ അങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചോ. ഒരുപക്ഷെ കൈകൾ അങ്ങനെ നീട്ടിപ്പിടിക്കുമ്പോൾ വേദനയുണ്ട്. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മേഖലകളും പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കാഴ്ചകളെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ ചിന്തകളെ, വികാര വിചാരങ്ങളെ നിയന്ത്രിക്കണം. പലപ്പോഴും പലരും പല തീരുമാനം എടുത്തു, എന്നിട്ട് വീണ്ടും വീണ്ടും പലതിന് അടിമകളായിപ്പോയി. പല ജഡിക പാപങ്ങൾക്ക് അടിമകളായിട്ടില്ലേ? സമർപ്പിച്ച് കർത്താവേ, ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിൽ ഒരു നിയന്ത്രണം വേണം. ജാഗ്രതയോടെ അവയെ ഉപയോഗിക്കാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ചിന്തയും ഒരു വികാര വിചാരങ്ങൾക്കും കർത്താവെ ഞങ്ങൾ അടിമപ്പെടാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ശ്രദ്ധ വേണം, ഞങ്ങൾക്ക് ജാഗ്രതയോടെ ജീവിക്കാനുള്ള ബലം വേണം. പരിശുദ്ധാത്മാവേ, ഈ ശരീരത്തിന് കൃപ വേണം. കരങ്ങൾ അങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ചേർന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഒരിക്കൽ കൂടെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ശക്തി വേണം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തി നിറയട്ടെ. ശക്തിയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നിമിഷം തന്നെ നിറയട്ടെ. ശക്തിയാൽ നിറയ്ക്കണമേ. ചേർന്ന് പാടിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയട്ടെ. ശക്തിയാൽ നിറയ്ക്കണമേ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയട്ടെ. ശക്തിയാൽ നിറയ്ക്കണമേ. കരങ്ങൾ കൂപ്പി പിടിച്ചേ. പ്രിയരെ, ആശീർവാദം സ്വീകരിക്കുന്ന സമയം നീ വിശ്വസിക്കണം. ഇതാ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ജാഗ്രത, ശ്രദ്ധ പരിശുദ്ധാത്മാവ് സമ്മാനിക്കും. കരങ്ങൾ കൂപ്പി ഈ ആശീർവാദം നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും നിന്റെ ബന്ധങ്ങളുടെ മേലും അഭിഷേകമായിട്ട് മാറട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചുകൊള്ളൂ. പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കണമേ. 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 പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കണമേ.